ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈജ അമ്മയോട് യാത്ര പറയണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിയടി, നിൻ്റെ നാക്ക് പുഴുത്തു പോവുള്ളൂ. നിൻ്റെ എല്ലാ നാശത്തിനും കാരണം നിൻ്റെ നാക്കാണ്, നിൻ്റെ മനസ്സും. അതുകൊണ്ട് കരിച്ചു കള, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ കരിന്തിരി കത്തി തീർന്നു പോകും എന്ന് പറയും. അപ്പോൾ പോയിട്ട് നീ എളിമയോടെയും വിനയത്തോടു കൂടി ജീവിക്കാൻ നോക്ക്, കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ വൈജ വേഗം തന്നെ പറയും, ഈ അമ്മേനോടൊക്കെ യാത്ര പറയാൻ വന്ന് എന്നെ വേണം തല്ലാനായിട്ട്, അല്ലെങ്കിലും സ്വന്തം മോളല്ലേ ഞാൻ, എന്നിട്ടും വെള്ളവന്മാർക്ക് വേണ്ടിയിട്ടാണ് അമ്മയൊക്കെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പോവാ എന്ന് പറഞ്ഞ് എണീക്കും കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് പറയും, പോവാട്ടോ, ഞാൻ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് വൈജ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ വൈജ പോകുന്ന കാണുമ്പോൾ നമ്മുടെ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ ഇവക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ, ഇവളുടെ ജീവിതം ഒന്ന് നന്നാക്കി കൊടുക്കണേ ഭഗവാനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലനും അലീനയും കൂടി യാത്ര തുടരുവാണ്. അപ്പോൾ ഒരിടത്ത് ബാലൻ വണ്ടി നിർത്തുന്നു. അപ്പോൾ അലീന ചോദിക്കും, എന്താ അച്ഛാ എന്ന് ചോദിക്കും. അപ്പോഴും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ എന്താ ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയാം, കുറേ നേരമായില്ലേ ഇരിക്കുന്നു, അപ്പോൾ നടുവും കാലും ഒക്കെ വേദനിക്കുന്നു, അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞ് ബാലൻ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലീന കാറിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അലീന ഇങ്ങനെ എന്തായിരിക്കും എന്നിങ്ങനെ പോകുന്ന സ്ഥലത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അലീനയും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ ബാലൻ്റെ മുഖം കാണുമ്പോൾ അലീനയ്ക്ക് എന്തോ പ്രത്യേകത തോന്നും. അപ്പോൾ അലീന ചോദിക്കും, അച്ഛനെന്താ വല്ല ടെൻഷനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, ഉണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, അച്ഛനെ എന്തോ അലട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഉണ്ട് എന്ന് പറയും. അപ്പോൾ എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ബാലൻ പറയും, നീ ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇല്ല, കേട്ടിട്ടില്ല എന്ന് പറയും. അന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ആഗ്രയിൽ നമ്മുടെ ഗംഗേട്ടൻ്റെ സബോർഡിനേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആൾ. ആഗ്രയിൽ നിന്നും ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ, ഡൽഹിയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ മാലതിയെട്ടിത്തിയും മക്കളെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അന്നേരം വൈജയ്ക്ക് അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ഉണ്ടായിരുന്നു. അന്നേരം ആ ജോലി വാങ്ങിച്ചു കൊടുത്തത് ഈ സ്റ്റാൻലി ജോസഫ് ആയിരുന്നു. പിന്നീട് അയാൾ വൈജയെ തിരിച്ചയക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ജോലി വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ഗംഗേട്ടനൊക്കെ തിരിച്ചു പോയതിന് ശേഷം നമ്മുടെ ഈ സ്റ്റാൻലി ജോസഫ് നമ്മുടെ വൈജയ്ക്ക് ഒരു വീടെടുത്ത് അവളെ അവിടെ പാർപ്പിച്ചു. ആ സമയത്ത് വൈജ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ് സ്റ്റാൻലി ജോസഫ് പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ആകെ ഒരു അതിശയാവും കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇപ്പം മനസ്സിലായോ നിനക്ക് ആരാന്ന് എന്ന് ബാലൻ ചോദിക്കും. അപ്പോൾ അലീന പറയും, അച്ഛൻ ഇതൊക്കെ എന്ന് പറയും. ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, വേറെ ആരുമല്ല, സ്റ്റാൻലി ജോസഫ് തന്നെയാണെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ കണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും ഞാൻ പോയി, എനിക്കറിയണ്ടേ മോളെ സത്യവും എന്താ നടന്നതെന്നൊക്കെ. അപ്പോഴും അദ്ദേഹം പിന്നെ എന്താ പറ്റിയ അവർക്കിടയിൽ എന്ന് ചോദിക്കും അലീന. അപ്പോൾ പറയും, അന്നേരം സ്റ്റാൻലിക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് വൈജയുടെ വീട്ടുകാർ അവിടെ ചെന്ന് അവളെ ബലമായി പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നിട്ട് അന്നേരം ഫോണും കാര്യങ്ങളൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ അയാൾ പിന്നീട് വൈജയൻ അമ്മയെ പറ്റി അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, പല സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്ക് പറ്റിയില്ല, പിന്നെ അയാൾക്ക് പറ്റുന്ന സമയത്ത് അയാൾ അന്വേഷിച്ചിരുന്നു, പിന്നെ അപ്പോൾ ഒക്കെ വൈജ ഒരു ഒളിത്താവളത്തിലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അലീന ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ പറയും, അലീന പറയും, അപ്പോൾ ഒരിക്കൽ പോലും അയാൾ അന്വേഷിച്ചിട്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ബാലൻ പറയും, ഇല്ല, അവരെല്ലാവരും അവളെ തടവിൽ വെച്ചതുകൊണ്ട് അയാൾക്ക് കാണാൻ പറ്റിയില്ല എന്നാണ് അയാൾ എന്നോട് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട് മോളെ എന്ന് പറയും. അപ്പോൾ അതെന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിന്നെ ഞാൻ ഒരിടത്ത് ആക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ഇടത്ത് ആളാണ് ഈ സ്റ്റാൻലി ജോസഫ്, ഞാൻ പറഞ്ഞ കുളത്തൂർപ്പുഴയിലെ പ്ലാന്റർ എന്ന് പറയും. അതോട് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ആകെ ഒരു ഞെട്ടലായിട്ടോ. അപ്പോൾ അലീന പറയും, അച്ഛൻ കണ്ടോ, അപ്പോൾ അയാൾ എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു അയാളോട്. അപ്പോൾ അച്ഛൻ ആരാന്ന് പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാനാണ് ആ ഹതഭാഗ്യൻ എന്ന് പറഞ്ഞു, നിങ്ങൾ പണ്ട് കൂടെ പാർപ്പിച്ചിരുന്ന വൈജയന്തി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രണയിനിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ഹതഭാഗ്യൻ ഞാനാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അലീനക്കാകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ വേഗം തന്നെ കൊടുത്ത് പറഞ്ഞു വിടുക കേട്ടോ വൈജയനെ അവിടെ നിന്ന്.
എന്നാലും എല്ലാവരും പ്രശ്നങ്ങളും മാറുള്ളൂ. അപ്പോൾ കമലേട്ടത്തിയൊക്കെ കൂടെ നിന്നിങ്ങനെ വിഷമമൊക്കെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ കമലേട്ടത്തി പറയും, അങ്ങനെയൊന്നും പറയില്ല വൈജ, നീ പോയിട്ട് വാ, എന്നിട്ട് നീ അവിടെ പോയി എല്ലാം ഒന്ന് ശരിയാക്കി എല്ലാം നിൻ്റെ കൈപ്പിടിയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് വരാം എന്ന് പറയും. അപ്പോൾ വൈജ പറയും, ആ കമലേട്ടത്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായേനെ എന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ പറയും, നീ ആദ്യം തന്നെ ഇനിയിപ്പോൾ നീ ആരെക്കുറിച്ച് ആലോചിക്കണ്ട, നീ നിൻ്റെ മക്കളെയും നിൻ്റെ ഭർത്താവിനെയും മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പം നിൻ്റെ മെയിൻ ശത്രുവായിട്ടുള്ള അലീനയും അവിടെ നിന്ന് പോയി, അപ്പം ഇനി നിനക്കൊന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്ത് പറയും, ആ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശിവേട്ടൻ പറയും, എടാ മനു, നീ വൈജയെ ഒന്ന് വീട്ടിൽ കൊണ്ടുവാക്കുന്നു പറയും. അപ്പോൾ മനു പറയും, ഞാനോ, അപ്പോൾ നിങ്ങളല്ലേ പോകുന്നേ എന്ന് ചോദിക്കും. പറയും, അതിന് സമയമുണ്ടല്ലോ, അത് ബാലചന്ദ്രൻ വരുമ്പോൾ ഞങ്ങൾ പോയിക്കോളാം, ഇപ്പോൾ നീ വൈജയെ കൊണ്ടേ ആക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ മനു ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വൈജ പറയും, ഓ ഇവന് താല്പര്യമൊന്നും ഉണ്ടാവില്ല, കാരണം ഇവൻ്റെ ആൾക്കാരൊന്നും അവിടെ ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ മനു പറയും, ഞാൻ പറഞ്ഞില്ല ആൻറ്റി കൊണ്ടുപോകാമെന്ന്, പിന്നെ എന്തിനാ കൂടുതൽ സംസാരിക്കുന്നത്, വാ ആൻറ്റി വാ വണ്ടി കയറ് എന്ന് പറയും. അങ്ങനെ വൈജ് വണ്ടി കയറി പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരും യാത്ര പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ ശിവനും ഗംഗനും ഒക്കെ ഒരുവിധം ആശ്വാസമായിട്ട് കമല നല്ല സന്തോഷത്തോടെ വൈജ എന്ന ശല്യം അവിടെ നിന്ന് പോയത് സന്തോഷത്തിൽ ഓടി അകത്തേക്കും കയറിപ്പോയി. ഇതിന് ശേഷം വീണ്ടും നമ്മുടെ അലീനേനെയും ബാലചന്ദ്രനെയും കാണിക്കുകയാണ്. അലീന ഇങ്ങനെ ദൂരത്തേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് പറയും, മോളെ മുഖം കഴുകുക എന്ന് പറയും. അപ്പോൾ അലീന മുഖമൊക്കെ കഴുകി എന്നിട്ട് പറയും, നിനക്കെന്താ എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അച്ഛൻ എന്നാലും എന്നോടതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എന്താ മോളെ, നിനക്ക് ഞാനൊരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനം കണ്ടുപിടിച്ച് തന്നു. നിന്നെ വിശ്വസ്തതയുള്ളൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നത്. അപ്പോൾ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നീ അതിന് എനിക്കൊരു നന്ദിയല്ലേ പറയേണ്ടത് എന്ന് ചോദിക്കും. അല്ലാതെ എനിക്ക് എന്ത് ബാധ്യതയാണ് മോളെ നിൻ്റെ കാര്യത്തിൽ നിന്നെ സുരക്ഷിതമാക്കി ഒരിടത്ത് എത്തിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അലീന പറയും, സോറി അച്ഛാ, അപ്പോൾ അച്ഛൻ എന്നോടത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, ഇനി നീ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കേണ്ടവാ, നമുക്ക് പോകാം, ഒത്തിരി ദൂരം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് ഇവർ കാറിൽ കയറും. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ പല പല സംശയങ്ങളാട്ടോ ഉള്ളിൽ. അപ്പോൾ അലീന ഇങ്ങനെ എല്ലാം ഇങ്ങനെ ബാലനോട് ചോദിക്കുകയാണ്, അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്നെ സ്വീകരിക്കുമോ, അതേപോലെ അവരൊക്കെ എന്തായിരിക്കും അവരുടെയൊക്കെ പ്രതികരണം, ഞാൻ കാരണം വീണ്ടും ഒരു കുടുംബം തകരുമോ, ഞാൻ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്, അപ്പോൾ അന്നേരം ഇനി എൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ അലീന ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയും, ആ വീട്ടിൽ എനിക്ക് ഒരു മകളായിട്ട് നിൽക്കാൻ പറ്റുമോ, മകളെ പോലെ എന്നെ കാണുമോ, എൻ്റെ അച്ഛനായിട്ട് നിന്ന് എന്നെ നോക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വിഷമമാവോ അച്ഛാ എന്നൊക്കെ പറഞ്ഞാൽ അലീന ഇങ്ങനെ കരയോട്ടോ. അപ്പോൾ ബാലന് വിഷമം വരുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ഇതെല്ലാം കേട്ടിട്ട് ഒരു 3 ദിവസം എടുക്കേണ്ടി വന്നു അയാൾക്ക് തീരുമാനം അറിയിക്കാൻ. അങ്ങനെ അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം എന്ന്. അപ്പോൾ പറയും, പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും, അച്ഛൻ്റെ വീട്ടിൽ സംഭവിച്ച പോലെ ആ ഒരു കുടുംബം തകരില്ലേ എന്ന് ചോദിക്കും അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അതെൻ്റെ വിഷയമല്ല, അയാളും കുറച്ച് അനുഭവിക്കട്ടെ, അയാളും എല്ലാത്തിനും ഉത്തരവാദിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അച്ഛൻ പകരം വീട്ടുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇത് പകരം വീട്ടിലൊന്നുമല്ല മോളെ, പിന്നെ നിനക്ക് പറ്റിയില്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് പോരാലോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, സാധാരണ ഒരു വീട്ടിൽ ജോലിക്കാരിയെ പോലെ നിൽക്കാനായിരുന്നു എങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഇതിപ്പോൾ വേണ്ട സ്ഥാനവും സ്നേഹവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമാവും അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ബാലനിങ്ങനെ നിസ്സഹായാവസ്ഥയോടുകൂടി അലീനേനെ നോക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഇനിയും പറയും, ഇവളെ നന്നായി നോക്കണമെന്നും നല്ലോണം സ്നേഹിക്കണം, ഇനി അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ബാലൻ. ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.